ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ കൂടെ പുറത്തു പോയതും പിന്നെ കല്യാണത്തിന് പോയതുമായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് നമ്മൾ പോയി ചെല്ലുമ്പോൾ തന്നെ നല്ല വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു, കുറേ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും കുടിച്ചില്ല, കാരണം നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ എന്തായാലും ബിരിയാണി കഴിക്കാനാണ് പോകുന്നത്, അപ്പോൾ അതിൽ കൂടെ മധുരം വെറുതെ അടിച്ച് കയറ്റുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്ന് അപ്പത്തിന് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടി വിളിച്ചു. ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം നമുക്ക് കഴിക്കാം, ഡയറ്റല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാം, ഐസ്ക്രീമല്ലേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത്. നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ സീറ്റ് കിട്ടിയത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോളാണ് കേട്ടോ, കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ നാത്തൂനും നാത്തൂൻ്റെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഫസ്റ്റ് തന്നെ ഐസ്ക്രീമൊക്കെ തിന്നുന്നുണ്ട്. കഴിച്ചു വരുമ്പോൾ ഐസ്ക്രീം തീർന്നാലോ. അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ പൊരിച്ചത്, കച്ചമ്പർ, പപ്പടം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണിയാണോ ബീഫ് ബിരിയാണിയാണോ എന്നൊരു ഓർമ്മയില്ല. അങ്ങനെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. എന്തായാലേ ഒരു രസം. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് കുന്നംകുളം പോകാനുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല, എനിക്കൊരു മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്ക് കുറച്ച് സാധനങ്ങൾ, പിന്നെ കുറച്ച് അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് ഉറങ്ങാനാണ് തോന്നുന്നത്, കാരണം നല്ല അടിച്ച് വിട്ടിട്ടുണ്ടല്ലോ. ഡയറ്റാണെങ്കിലും നമ്മൾ ബിരിയാണിയും ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ നന്നായിട്ടൊരു ഉറക്കമാണ് വേണ്ടത്. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ കുന്നംകുളത്തേക്ക് പോവാണ്. ബസ്സിലാണ് കേട്ടോ പോയത്. അപ്പം ഞാനും ഉമ്മയും പിന്നെ ഞങ്ങൾ അടുത്ത വീട്ടിലൊരു താത്തയുണ്ട്, അവർക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ബേക്കറി, പിന്നെ നമുക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഞങ്ങൾ കുന്നംകുളം പഴയ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഉമ്മ ബേക്കറിയൊക്കെ വാങ്ങുക. അലുവ, പിന്നെ ചിപ്സ്, മിച്ചർ, അങ്ങനത്തെ ഒക്കെ അവിടെ നല്ല 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 ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ബേക്കറിയും മിക്കവാറും വാങ്ങുക. പിന്നെ പെട്ടെന്ന് വല്ല അർജൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓടിപ്പോയിട്ട് ഞങ്ങൾ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങും. അതല്ലെങ്കിൽ ഒരുവിധമൊക്കെ ഞങ്ങൾ ഈ കുന്നംകുളത്ത് നിന്ന് തന്നെയാണ് അമ്മ വാങ്ങുക. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി വേറെയും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഒരുപാട് ബേക്കറികളുണ്ട് കേട്ടോ, മിച്ചറായിട്ടും മധുരമുള്ളതും എരിവുള്ളതും കായ ചിപ്സും കേക്കുകളും ഒക്കെ. മെയിനായിട്ട് ഇവിടെ ഹോൾസെയിലായിട്ട് ബേക്കറി വിൽക്കുന്നൊരു ഷോപ്പാണെന്ന് തോന്നുന്നു. ലഡ്ഡൊക്കെ ഇങ്ങനെ ലൂസായിട്ടുള്ള ലഡ്ഡൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉണക്കച്ചെമ്മീനൊക്കെ വാങ്ങണമായിരുന്നു. ഉണക്കച്ചെമ്മീനൊക്കെ ഉമ്മ അതുപോലെ പൊടിച്ചിട്ട് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉമ്മ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഉണക്കച്ചെമ്മീൻ വാങ്ങണമായിരുന്നു. ഞങ്ങളെ കൂടെ വന്ന താത്താക്കും കുറച്ച് മുള്ളൻ അങ്ങനത്തെ ഉണക്കൽ ഐറ്റംസ് ഇല്ല, അതൊക്കെ വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചെമ്മീൻ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടിട്ട് ഈ ഒരു മാർക്കറ്റ് വെറും ഇങ്ങനെ ഉണക്കൽ അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. അത് പഴയ മാർക്കറ്റാണെന്ന് തോന്നുന്നുണ്ട്, കുന്നംകുളത്ത് മീനിൻ്റെ പഴയ മാർക്കറ്റാണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് എനിക്ക് പിന്നെ ഒരു മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു, ഒരു ചുരിദാർ മെറ്റീരിയൽ. അപ്പോൾ എടുത്താൽ ഉമ്മയാണ് എനിക്കൊരുവിധം ടോപ്പുകളും കാര്യങ്ങളൊക്കെ അടിച്ചു തരാം കേട്ടോ. അപ്പോൾ കുന്നംകുളത്ത് പുതിയതായിട്ട് പരാഗ അങ്ങനെ എന്തോ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ചാവക്കാടും ഉണ്ട് കേട്ടോ അതിൻ്റെത്. അപ്പോൾ കുന്നംകുളത്തുള്ള ഈ ഷോപ്പിൽ നിന്ന്, അപ്പോൾ ഇവിടുന്ന് വാങ്ങി ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ബസ് കയറി ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ബസ്സുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് നൂല്, പിന്നെ അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഡ്രസ്സൊക്കെ അടിക്കുമ്പോൾ അതിനെ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനുള്ള ഐറ്റംസ് ഇല്ലേ, അത് നമുക്ക് പരാഗിൽ തന്നെ കിട്ടും. അതല്ല എങ്കിൽ അതിലും കുറച്ച് റേറ്റ് വ്യത്യാസമായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പുണ്ട്, അതിൽ നിന്നും കിട്ടും കേട്ടോ. അപ്പം അമ്മ അവിടെ നിന്നാണ് മെഷീനിലുള്ള നൂല്, സൂചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുക. അപ്പം ഞാൻ പരാഗിൽ കയറിയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നമുക്ക് ഒന്നെടുത്താൽ തോന്നി ഇത് വേണ്ട അത് മതി അങ്ങനത്തെ ഒരു മൈൻഡായി മാറും, കാരണം അത്രക്കും കളക്ഷൻസ് ഉണ്ട്. നമ്മൾ റെഡിമെയ്ഡ് മെറ്റീരിയലൊക്കെ റെഡിമെയ്ഡ് ചുരിദാറൊക്കെ വാങ്ങില്ലേ, ഒരു 2000 2500 അങ്ങനത്തെ ഒക്കെ റേറ്റിലുള്ള അതിൻ്റെ സെയിം മെറ്റീരിയൽസ് നമുക്കവിടെ കിട്ടാറുണ്ട്. എന്നിട്ട് മെറ്റീരിയൽ എടുത്ത് നമ്മൾ തയ്ച്ചാൽ മതി, അപ്പം നമുക്ക് അത്ര റേറ്റ് വരില്ല.
അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ നിക്കാഹിനൊക്കെ കോഡ് സെറ്റ് അടിക്കില്ലേ, വൈറ്റ് കളറിൽ ക്രീം കളറിലൊക്കെ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് മെറ്റീരിയലൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് 2 മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരു ഗ്രീൻ കളർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള, പിന്നെ അതിലേക്കുള്ള ലൈനിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ട ഒരുപാട് മെറ്റീരിയൽ, നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്രാവശ്യം പോയിട്ട് കാണുന്നതായിരിക്കില്ല അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കാണുക, കാരണം അത്രക്കും കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ഇപ്പോൾ കാണില്ലേ, ഡ്രസ്സും അല്ല ടോപ്പും പാൻറ്റും സെയിം ഡിസൈനായിട്ട് ചെറിയൊരു വ്യത്യാസം, കോഡ് സെറ്റ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തത്. അതിലേക്കുള്ള ലൈനിങ്ങും എടുത്ത് പിന്നെ വേറൊരു മെറ്റീരിയലും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത്. അപ്പോൾ നമ്മൾ മിറർ കണ്ടാൽ നമ്മളൊരു പട്ടി ഷോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറുതായിട്ടൊരു ഭാഗം നമ്മൾ അവിടെ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ബില്ലൊക്കെ അടിച്ചു. പിന്നെ നമ്മൾ അതിനുള്ള നൂല് കാര്യങ്ങളൊക്കെ അപ്പുറത്തെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ പുതിയ സ്റ്റാൻഡ്. എത്ര വിശാലമായ സ്റ്റാൻഡാണല്ലേ. പഴയ സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുമ്പോൾ സത്യം പറയാൻ നമുക്ക് ഒരു ഭ്രാന്ത് പിടിക്കും, കാരണം അത്രക്കും തിരക്കാണ്. ഇപ്പം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അവിടേക്കുള്ള ബസ്സിൽ കയറി ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഉമ്മ കുറച്ച് നെയ്യപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ നമ്മൾ നെയ്യപ്പമൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം, ചെറിയൊരു ഷോപ്പിങ്ങും ഒരു കല്യാണത്തിൻ്റെ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്.